അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. നിന്റെ യാത്രയിൽ, ഇന്നത്തെ യാത്രയിൽ നിന്റെ വലത്തും ഇടത്തും, വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവശ്യം പ്രാർത്ഥിക്കുന്നു. വീട് പണിയുന്നവരുണ്ട്, പെയിൻ്റ് അടിക്കുന്നവരുണ്ട്, അതുപോലെ ഓരോ സാധനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരുടെയും വർക്കുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലവിളംബം വരുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ലെന്ന് പറഞ്ഞല്ലേ, ആ വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, എത്രയും വേഗം ഒരു വിഷയം നടക്കേണ്ട വിഷയങ്ങൾക്ക് ആവശ്യമായ അനുധാരികളെ നീ ഇപ്പോൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങൾ, അവരെ തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന പണം, തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, തരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സ് മടുപ്പിച്ചുകൊണ്ട്
അത് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കാലാവസ്ഥകൾ പ്രതികൂലമായി വരുന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതാവസ്ഥകൾ, അങ്ങനെയെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അതെ, എനിക്ക് എപ്പോഴും കൊതി വരുന്ന സംഭവമാണ് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ. എപ്പോൾ നോക്കിയാലും ഇവർ കൂട്ടം കൂട്ടം വരുന്നുണ്ട്, പ്രാർത്ഥിക്കണ കാണാം, കട്ടച്ചിരുന്നുണ്ട്. കൂട്ടായ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ആ കൂട്ടായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്ന ആ കൂട്ടായ്മയിൽ വളർന്നു വരുന്ന ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹം പോലെ തന്നെ വളർന്നു വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ സാന്നിധ്യത്തെ സംരഭ്യമാക്കുന്ന രീതിയിലേക്ക് പ്രാർത്ഥന നമ്മൾ പുനഃക്രമീകരിക്കേണ്ടി വരും. അതിന് വചന വായനയും വചനം നടപ്പിൽ വരുത്തുന്നത്, വചനത്തെ വിശ്വസിക്കുന്നതും വചനത്തെ പ്രത്യാശിക്കുന്നതും വചനത്തെ മെറ്റീരിയലൈസ് ചെയ്തുകൊണ്ട് സാക്ഷിയായി ജീവിക്കുന്നതുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതായത് ജനങ്ങൾ ഇപ്പോഴും ഒരു പ്രാർത്ഥന ചൊല്ലി ആധ്യാത്മികപരമായ ഒരു ജീവിതം ജീവിച്ചു എന്നങ്ങനെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്ലോ മോഷൻ പരിപാടിയാണ്. അങ്ങനെയല്ല. ദൈവത്തെ നമുക്ക് ആദിമ സഭയിൽ എന്നതുപോലെ ഇക്കാലങ്ങളിലും നമ്മളുടെ ജീവിതത്തിലേക്കും അതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം സംലഭമാക്കാൻ കഴിയും. ചില ആൾക്കാരൊക്കെ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അതൊരു സാംസ്കാരിക സാഹിത്യ മേഖലയിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് അവസാനം അതും ഇതുമില്ലാത്ത രീതിയിലാക്കി കളയും. അവർക്ക് പേര് കിട്ടും, പക്ഷേ ക്രിസ്തു മൂലം ദൈവം ഉദ്ദേശിക്കുന്ന ആത്മരക്ഷ എന്ന് പറയുന്ന വിഷയങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അപ്പം നിലനിൽക്കുന്ന ഫലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഉടമ്പടിക്കാരെ, കർത്താവുമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്നവർ, ഞാൻ അവരെയാണ് അഡ്രസ്സ് ചെയ്യണത്. കർത്താവിനെ കൈമാറുന്ന വിഷയത്തിൽ വളരെ തീക്ഷ്ണമായ ശുഷ്കാന്തി കാണിക്കണം. ഈശോ എപ്പോഴും പറഞ്ഞാൽ എന്താണ്? ദൈവത്തിരുസന്നിധി സമ്പന്നനാവുക എന്നൊക്കെ പറയത്തില്ല ഈശോ. അപ്പം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ. ദൈവത്തിരുസന്നിധി ഒരാൾക്ക് പിടിപാടുള്ള ആളായി മാറാം. അതിന് ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറണം. ദൈവത്തെ കൊണ്ട് നമ്മൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. ഉടമ്പടി കുറേ അണ്ണന്മാർ അത് തന്നെ ചിന്തിക്കണം, ദൈവത്തെ കൊണ്ട് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം. പക്ഷേ അതൊരു വെള്ളിയാണെങ്കിൽ സ്വർണമെന്ന് പറയണത് ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്താണ് പ്രയോജനം, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഞാൻ എന്നും അങ്ങനെ ചിന്തിച്ചിരിക്കണം, ദൈവത്തിന് എന്നെക്കൊണ്ട് എന്താ പ്രയോജനം. അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാം മാറും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ദൈവത്തിൻ്റെ ക്യാഷ് ആൻഡ് കൈൻ്റെ അടിച്ചു മാറ്റി. ചില ആൾക്കാരുടെ സംഭവമല്ല. ചില ആൾക്കാർ ചില ബന്ധങ്ങൾ ഉണ്ടാക്കണത് എന്താണ്, അവിടെ എന്തെങ്കിലും ക്യാഷ് ആൻഡ് കൈൻ്റെ അടിച്ചു മാറ്റുകയെന്ന്. അപ്പോൾ ദൈവത്തോടും ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ചില ആൾക്കാർ വിചാരിക്കുന്നത് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നല്ല, അടിച്ചു മാറ്റാതെ വിചാരിക്കണം. അതല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോട് ചേർന്ന്. യാക്കോബ് വായിച്ചേ, യാക്കോബ് 4:8. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവത്തോട് ചേർന്ന് അവിടുന്ന് നിങ്ങളോടും ചേർന്ന്, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കുക. അതാ ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിന് നമ്മൾ പ്രയോജനം ഉണ്ടാകണത്. അല്ല ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളല്ല, ദൈവത്തിന് വേണ്ടി തന്നെ നമ്മൾ ദൈവത്തിനെ ദാഹിക്കണം. അതിനാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. സങ്കീർത്തനം പറയുന്നില്ല അതിനെ. സങ്കീർത്തനം 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ. അതാണ് സ്നേഹത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അതിൻ്റെ അതെല്ലാം അണ്ടർസ്റ്റുഡാണ്. ദൈവസ്നേഹത്തിൽ വളരാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ്. ആ വിളിയാണ് ഉടമ്പടിയിലൂടെ ആൾക്കാർ നിവൃത്തിയാക്കിക്കൊണ്ട് മുന്നേറുന്നത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുമിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ ദൈവവിശ്വാസികൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ
പ്രാർത്ഥനയേക്കാൾ സ്പീഡുള്ള ഒരു കാര്യം. പ്രാർത്ഥന എൻ്റെ ബേസ്മെൻ്റായിട്ട് വേണം, പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ പെട്ടെന്ന് ഉണ്ടാകുന്ന കുറച്ച് റേഞ്ച് ഉണ്ടാകുന്ന ഒരു വിഷയം സുവിശേഷം നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അത് ഈശോയാണത് പറയണേ. അതായത് ക്ലേശങ്ങൾ പെരുകുമ്പോൾ, അതായത് ഈ ചില ചേച്ചിമാർ, അപ്പോൾ ഇന്നാളൊരു ചേച്ചി ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് പേടി, എൻ്റെ ഭർത്താവ് പാപിയായി പോകുന്നതിൽ അയാളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതിന് വെച്ചാൽ എനിക്ക് പേടിയൊന്നും. അപ്പം ഞാനവിടെ ദൈവമേ, ശാരീരികമായ ബന്ധം അകന്നകന്ന് പോവുകയും കുടുംബത്തെ സാന്നിധ്യമില്ലാതിരിക്കുകയും അവിശ്വസത കാണിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ശരീരത്തെക്കാളുപരി ഭൗതികമായ സാന്നിധ്യത്തെക്കാളുപരി ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നവരില്ലേ ഇപ്പോഴും ഉണ്ട് ഈ കേരളത്തിൽ. അതായത് അങ്ങനെ ജീവിക്കുമ്പോൾ അവരെന്താ പറയണത്, കർത്താവിൻ്റെ വചനത്തിന് അവർ സാക്ഷ്യം വഹിക്കുകയാണ്. കാര്യം അവർക്ക്, അല്ലെങ്കിൽ അവർക്കും ഇട്ടും കുഞ്ഞുങ്ങളിട്ട് അവരുടെ തോന്നിവാസം പോകുമായിരുന്നു. കാര്യം എന്താണ്, ദൈവം യോജിപ്പിച്ചതാണ്. അപ്പം മാർക്കോസിൻ്റെ 10:9 എന്താ പറയണത്, ദൈവം യോജിപ്പിച്ചത്. അതിങ്ങനെ ദൈവം യോജിപ്പിച്ചത് അതൊരു വിശ്വാസമാണ്. അതായത് ആ വിശ്വാസത്തിൽ നമ്മളതിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ഈ വചനം സാർത്ഥകമായി വരണത്. കാര്യം നമുക്ക് ഇപ്പോൾ ജീവിത പങ്കാളിയോട് അവിശ്വസ്ത കാണിക്കുന്നതെങ്കിൽ എത്ര കാരണങ്ങൾ വേണമെങ്കിലും ആകാം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്നാളൊരു ചെടുത്തി പറഞ്ഞ് ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛൻ ആ മനുഷ്യൻ്റെ കൂടെ ഇങ്ങനെ കിടക്കണത് ഭയങ്കര മണമാണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേരിലും അവർ ഭയങ്കര ചണ്ടയാണ്, വഴക്കാണ്, അവർ ഒരുതരം പിരിയണ കണ്ടീഷനാണ്. ഇന്നത്തെ കാലത്ത് പിരിയണമെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഇയാളുടെ ഇഷ്ടത്തിന് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കണത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, പിരിയാനാണെങ്കിൽ ഒരു 10,000 കാര്യമുണ്ട്, പിരിയാതിരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്, ദൈവം യോജിപ്പിച്ചതാണെന്ന്. എൻ്റെ ദൈവവേദനയിലെ സാക്ഷ്യം നിന്നെ സംരക്ഷിക്കും. എന്താ കാര്യം അറിയാവോ, ഇപ്പം ഞാനീ പറഞ്ഞില്ലേ, പിരിയാൻ 10,000 കാര്യങ്ങൾ, പിരിയാതിരിക്കാൻ ഒറ്റ കാര്യം. എന്നാ കാര്യമാണ്, 10:9 മാർക്കോസിൻ്റെ സുവിശേഷം. എന്താ അത്, ദൈവം യോജിപ്പിച്ചതാണ്. ദൈവം യോജിപ്പിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിത പങ്കാളിയുടെ അവിശ്വസ്തത കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ, തൻ്റെ കുഞ്ഞുങ്ങളെ വിശ്വസ്തയോടെ നോക്കുമ്പോൾ ആ വചനത്തിന് നമ്മൾ സാക്ഷ്യം പറയുക. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വേദസാക്ഷ്യം ഒന്നുണ്ട്. വേദസാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ, വചനത്തിന് സാക്ഷ്യം വഹിക്കുക. സെബസ്ത്യാനോസ് വേദസാക്ഷി, രക്തസാക്ഷിയുമാണ്. മദർ തെരേസ വേദസാക്ഷിയാണ്. എനിക്ക് വിശന്നു, എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ആ വചനത്തിന് സാക്ഷ്യം വഹിക്കും. അപ്പോൾ കുടുംബങ്ങളിലെ ജീവിത പങ്കാളി അവിശ്വസ്ത കാണിക്കുമ്പോഴും നമ്മൾ കർത്താവിനോട് ചെയ്ത ഉടമ്പടിക്ക് വിശ്വസ്തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വചനത്തിനാണ് സാക്ഷി, വേദസാക്ഷിയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്, നമ്മളെ സാക്ഷികളാക്കുക എന്നുള്ളത്. ദൈവത്തിലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, അതുപോലെ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ, സമാധാനം നഷ്ടപ്പെടുമ്പോൾ നീ ഒരു തീരുമാനം എടുക്കണം. എന്താ, വചനത്തിന് ഞാൻ അപ്പോസ്തലന്മാരെ പോലെ സാക്ഷിയാണ്. എൻ്റെ ഓരോ ദിവസവും ഞാൻ ജെറുസലേമിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ കർത്താവിനെ പോലെ ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാ സംഭവിക്കും, ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോഴാണല്ലോ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവികമായ പുണ്യങ്ങളിൽ നമ്മൾ വളരണത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. റോമ 4:20 എന്താ പറയണേ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരാൻ. വിശ്വാസത്തിൽ മാത്രം വളരാൻ പറ്റുമോ? ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ പ്രത്യാശയെ വളരും. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമ്മൾ ദൈവസ്നേഹത്തിൽ വളരും. അപ്പോൾ ഇതിനെല്ലാം വളരണം. ദൈവസ്നേഹത്തിൽ നമ്മൾ വളരണം, പ്രത്യാശയിൽ നമ്മൾ വളരണം, വിശ്വാസത്തിൽ നമ്മൾ വളരണമെങ്കിൽ എന്താണ് മാർഗം? പ്രാർത്ഥനയേക്കാൾ വലിയ മാർഗമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തൽ, സാക്ഷീകരണങ്ങൾ. സാക്ഷ്യം, നമ്മൾ ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിയാൽ ദൈവം നമ്മളെ സാക്ഷ്യപ്പെടുത്തും. അതാണ് സത്യം. നമ്മൾ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തിയാൽ ദൈവം നമ്മളെ സാക്ഷ്യപ്പെടുത്തും. അതല്ലേ കർത്താവിൻ്റെ വചനത്തിൻ്റെ അന്തസത്ത. പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞത് 17:4.
മഹത്വത്തിൻ്റെ വാക്ക് എന്താ? സാക്ഷ്യപ്പെടുത്തിയല്ലേ മഹത്വപ്പെടുത്തണത്. അപ്പം നമ്മൾ ദൈവത്തിന് ഒരു വചനത്തിന് സാക്ഷ്യം നിന്നാൽ, ഇപ്പം ആ സ്ത്രീ എന്താ ചെയ്തത്? ഭർത്താവ് ഇട്ടിട്ട് പോയിട്ടും അവൾ നിന്ന് ആ വചനത്തിൽ. മർക്കോസിൻ്റെ 9:10-9 വചനത്തിൽ അവൾ ഉറച്ചു നിന്നു. ദൈവം യോജിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. അപ്പം അങ്ങനെ അവൾ തിരിച്ചു വരണത്. ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളെ ദൈവം മഹത്വപ്പെടുത്തും. കാര്യം കർത്താവിൻ്റെ വചനം പാലിച്ച കാരണം എന്തെല്ലാം ബന്ധനങ്ങൾ ചെന്നാലും നിൻ്റെ ജീവിത പങ്കാളി തിരിച്ചു കൊണ്ടുവരും. ചില മക്കൾ മദ്യപിക്കണില്ലേ, ചില ആൾക്കാർ കഞ്ചാവിന് അടിമപ്പെട്ടിട്ട് ജീവിക്കണില്ലേ, ചില ആൾക്കാർ കള്ളക്കേസിൽ പെട്ടിട്ടിരിക്കില്ലേ. ഇങ്ങനെ ഓരോ മക്കളും കൈമോശം വന്നിട്ടില്ലേ? മക്കളെ കൈമോശം വരുമ്പോൾ, കുടുംബത്തിൽ പട്ടിണി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കന്മാർ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്? അപ്പന്മാർ ചിലപ്പോൾ കുടിക്കും. അത് ഉപ്പ് തിന്നണം വെള്ളം കുടിക്കണ പോലെ ഇരിക്കും. മക്കളാ പോയി പിന്നെ ഇവരും പോയി കുടിക്കണത് എന്തിനാണ്? അതൊക്കെ ചുമ്മാ കള്ളത്തരമാണ്. മദ്യപാനികൾ തോന്നിവാസം കാണിക്കണതാണ്. അതിനൊക്കെ അവരുടെ മദ്യപാനത്തിനൊരു ഒരു മുട്ടുശാന്തി ഉണ്ടാക്കുന്നതാണ്. എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, വലിയ മകൾ പ്രേമിക്കുകയാണ്, വേറെ ലൈൻ അടിക്കുകയാണ്, തോന്നിവാസത്തിൽ ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പനും കുടിച്ചുകൊണ്ട്, അതൊന്നുമില്ല. അതൊക്കെ ഇരുട്ട് കൊണ്ട് ഊട്ടടക്കാനേ പറ്റത്തുള്ളൂ. അതൊക്കെ ഉപ്പ് തിന്നണം വെള്ളം കുടിക്കും, അതൊന്നുമല്ല പ്രശ്നം. അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വചനത്തിന് സാക്ഷ്യം വഹിക്കണം. പിന്നെ അങ്ങോട്ട്, അതായത് സാത്താൻ പ്രബലപ്പെട്ടെന്ന് കണ്ടാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? സാത്താനെ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. സാത്താനെ കണ്ട അവൻ്റെ തല തകർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ്റെ തല തകർക്കണമെന്ന് വചനത്തിൻ്റെ, അതായത് സാത്താൻ എന്ന സംഭവത്തെ കണ്ട, ഇപ്പം ഭക്ഷണം കണ്ട എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കണം. നമ്മൾ സാത്താനെ കണ്ട നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ തല തകർക്കണം. അവൻ്റെ തല തകർക്കണം എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവൻ്റെ തല തകരണത്. കർത്താവിൻ്റെ വചനം കേൾക്കാഞ്ഞതാണല്ലോ ഹവ്വാടെ തല തകർന്നത്. അതിന് മറുപടി എന്താ പറയണത്? എന്നെ ശ്രമിക്കുന്ന ഒരു മകളൊരു കാലത്ത് എനിക്ക് ജനിക്കും, അവനിന്നൊരു സന്തതി ജനിക്കും, അവൻ നിൻ്റെ തല തകർക്കുമെന്നാണ് നമ്മൾ ഉൽപ്പത്തി 15 വായിക്കുമ്പോഴേ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് നമ്മൾ സാത്താൻ്റെ തല തകർക്കണത്. അപ്പോൾ ദൈവം മഹത്വപ്പെടും. ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധി. അതുകൊണ്ടാണ് ഈശോ 21:13 എഴുതിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ. വ്യാധികളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, കടങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ എൻ്റെ വചനത്തിന് സാക്ഷികളായിരിക്കുമെന്നാണ്. അപ്പോൾ ആ വചനത്തിന് സാക്ഷിയാകാൻ ഇപ്പോഴും നമ്മൾ കർത്താവിൻ്റെ വചനത്തോട് അത്രയും തന്നെ കൂറോടുകൂടി പ്രയാസത്തിൻ്റെ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട്, വൈദ്യശാസ്ത്രം കൈവിട്ട സമയത്ത് പോലും എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? 14:6 ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ല, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്, അന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന്, ഇടയ്ക്ക് വെച്ച് പിരിയത്തില്ലെന്ന്. നമ്മൾ 28 മത്തായിയുടെ സുവിശേഷത്തിൽ 20:28 വായിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിന്, ഇപ്പോൾ കുഞ്ഞിനൊരു രോഗമുണ്ടായി, ആ ഗർഭശിശുവിന് കിട്ടത്തില്ലെന്ന് പറഞ്ഞു, അതിനെ അബോർട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു, കൊന്നു കളയാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ കർത്താവിനെ ഞാൻ വിശ്വസിക്കണത്. എൻ്റെ കർത്താവ് എനിക്ക് ഈ അനാഥമായ സമയത്ത് വൈദ്യശാസ്ത്രം പോലും ഞങ്ങളെ അനാഥമാക്കുകയാണ്. കാര്യം കൈ ഒഴിയുകയാണ്. വൈദ്യശാസ്ത്രം അനാഥമാക്കിയാലും ഞാൻ നിങ്ങളെ അനാഥരാക്കത്തില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും സൗഖ്യമായി. ആ വലിയ സാക്ഷ്യം നമുക്കിപ്പോഴും വായിച്ചുകൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. ഇത് കേൾക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു പ്രതിസന്ധിയിലാണ് നീയെങ്കിൽ, നിന്നോട് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ പാലിച്ചുകൊണ്ട് നീ പ്രത്യാശയോടെ കാത്തിരുന്ന് കർത്താവിനെ പ്രാപിക്കാൻ, കർത്താവിനെ സ്വീകരിക്കാൻ ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ പേര് ഹാനറ്റ്, ഞാൻ പാണാവള്ളിയിൽ നിന്നും വരുന്നു. എൻ്റെ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് 5-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്, കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, ജനിതക വൈകല്യമുണ്ട്, അതുകൊണ്ട് 20,000 രൂപയുടെ ടെസ്റ്റ് നടത്തണം, അതിൽ പോസിറ്റീവായി വരുവാണെങ്കിൽ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കൃപാസനത്തിൽ വന്ന് ജോസഫച്ചനെ കാണുകയും അച്ഛൻ പറഞ്ഞു, അച്ഛൻ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ അച്ഛൻ പറഞ്ഞു ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ ഉടമ്പടി എടുത്തു.
അതിനുശേഷം പ്രഗ്നൻറ്റ് സമയം വരെ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിക്കുകയും വയറിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഡെലിവറി സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളെയും ICUയിലും എല്ലാം പോയി കഴിഞ്ഞിട്ടും എൻ്റെ കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ എനിക്ക് ഈശോ തന്നു. അതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പ്രിയമുള്ളവരെ, നമ്മൾ വലിയൊരു സാക്ഷ്യമാണ് കേട്ടത്. ഈ സാക്ഷ്യം അവർക്ക് ആ കുഞ്ഞിനെ കിട്ടത്തില്ലായിരുന്നു, പക്ഷെ ആ കുഞ്ഞിനെ കിട്ടി. എങ്ങനെ കിട്ടി? കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ വചനത്തിൽ വിശ്വസിക്കുന്നത് ഒരു സാക്ഷ്യത്തിൻ്റെ രീതിയാണത്. അതിപ്പോൾ നിങ്ങൾ മറന്നു പോരും, നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ് കേൾക്കുക. അതായത് ഈശോൻ്റെ ഒരു വചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ വചനത്തിന് സാക്ഷിയായി മാറുകയാണ്. സാക്ഷിയെ ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ വേണമെങ്കിൽ തള്ളിക്കളയാം, പക്ഷെ ഒരു സാക്ഷി തള്ളിക്കളയാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവേ, ഇതുപോലെ ഓരോ വചനത്തിനും അങ്ങയുടെ അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ മാതാപിതാക്കന്മാരെ പോലെ ഒരു പക്ഷേ വിശ്വാസമില്ലാത്തത് കൊണ്ടോ വിശ്വാസം കുറഞ്ഞു പോയത് കൊണ്ടോ ആരും വിശ്വാസം പ്രേരിപ്പിക്കാത്തത് കൊണ്ടോ അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് തളർന്നു പോയിട്ടുള്ളത്. ഇനി നിങ്ങൾ തളരത്തില്ല. ഇതൊരു ലക്ഷ്യമാണ്, ഇതൊരു രീതിയാണ്, ഇതൊരു മാർഗമാണ്. അതായത് പ്രയാസങ്ങൾ പെരുകുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷിയാകുക. പ്രാർത്ഥിക്കുന്നതിനേക്കാളുപരി പ്രാർത്ഥന അടിസ്ഥാനത്തിൽ വചന സാക്ഷിയാകുക. നമുക്കും ഇതുപോലെ പ്രതിസന്ധി കടന്നു പോകുന്ന മക്കൾ അവർ ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് ആ വചനം പാലിക്കാൻ വേണ്ടി അതിനുവേണ്ടി ബോധപൂർവ്വം ശ്രമിക്കുമ്പോൾ നമ്മൾ ആ വചനത്തിന് സാക്ഷികളാകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് 14:4 അനുസരിച്ച് കൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. അപ്പോൾ നമ്മൾ ഈ പ്രാരാബ്ധങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്യും. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. രോഗങ്ങൾ സുഖപ്പെടുത്തണം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവനുള്ള ദിവ്യകാരുണ്യം നമ്മുടെ ജീവിത പ്രതിസന്ധികളിലെ നമുക്ക് ഇരുട്ടിൽ വെളിച്ചമായി, അക്ഷരാർത്ഥത്തിൽ ആശ്വാസമായി അൾത്താറയിൽ കടന്നു വരികയാണ്. നമുക്ക് ആദരവോടെയും ആരാധനയോടെയും മുട്ടുകുത്തി കർത്താവിൻ്റെ ശക്തി ചൈതന്യത്തിൻ്റെ ആരാധനയിൽ സൗഖ്യവും സമാധാനവും സമാശ്വാസവും പ്രാപിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവത്തിന്റെ മുന്നിലേക്ക് നിന്റെ സങ്കടങ്ങൾ ഉയർത്തണം. യോഹന്നാൻ 10:10 പറയുന്ന അനുബന്ധ ജീവൻ നൽകാനാണ് സമർത്ഥമായിട്ട് നൽകുന്ന ദൈവം. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങൾ സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ, ജീവിത വ്യഗ്രതകൾ സമർപ്പിക്കട്ടെ, ദുഃഖ ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ. IELTS എക്സാം എഴുതുന്നവർ, നെറ്റിൻ്റെ എക്സാം എഴുതുന്നവർ, സെറ്റിൻ്റെ എക്സാം എഴുതുന്നവർ, OTT എക്സാം എഴുതുന്നവർ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ.
ഒന്നും അസാധ്യമല്ലാത്തവനെ, ഈശോയെ എല്ലാം സാധ്യമായവനെ, ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ആരാധനയും അർപ്പിക്കുന്ന കർത്താവേ. ഈശോ അനേകം മക്കളെ കർത്താവേ കണ്ണുനീരോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ കർത്താവ് വചനത്തിലൂടെ കർത്താവെ അങ്ങ് വെളിപ്പെടുത്തിയല്ലേ ഈശോയെ. എപ്പോഴെല്ലാം ജീവിതം കർത്താവെ കലുഷിതമാകുന്നുവോ, എപ്പോഴെല്ലാം ജീവിതം കർത്താവെ പ്രതിസന്ധിയിലാകുന്നുവോ, അപ്പോഴെല്ലാം കർത്താവെ അങ്ങയുടെ ഓരോ വചനത്തിനും സാക്ഷ്യം വഹിച്ചാൽ മതിയെന്ന് കർത്താവെ അങ്ങ് വചനത്തിലൂടെ വെളിപ്പെടുത്തില്ല ഈശോയെ. ഈശോയെ വചനത്തെ സാക്ഷ്യം വഹിക്കണം കർത്താവെ, വചനം ഓർക്കണം കർത്താവെ, വചനം ഓർക്കണം കർത്താവെ, വചനത്തെ സ്നേഹിക്കണം കർത്താവെ, ഓർമ്മശക്തിയുടെ വചനത്തെ സ്നേഹിക്കുന്നതിന് കർത്താവെ, അഭിഷേകത്തെ കർത്താവെ മക്കളിലേക്ക് ഈ നിമിഷം അഭിഷേകമായി നൽകണമേ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം സാധ്യമായവരെ, ഈശോ നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്നു. ഈശോ അച്ഛന് കാഴ്ച നൽകുവനെ, ഈശോ ചീട്ടി കേളു നൽകുവനെ, ഈശോ ഊമനെ സംഭാഷണം നൽകുവനെ, ഈശോ മഹോരോഗം സുപ്പെടുത്തിയവനെ, ഈശോ തലവാരോഗം സുപ്പെടുത്തിയവനെ, ഈശോ മനുഷ്യനെ ഉയർപ്പിച്ചവനെ, ഈശോ ഓരോ മകനെയും കർത്താവേ ഓരോ മകളെയും കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ആളുകൾ രോഗങ്ങളെ തീരവേദികളെ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ സൗഖ്യത്തെ ഓർത്ത് അതേ പറയുന്ന കർത്താവേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനെ ഓർത്ത് അതേ പറയുന്ന ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന ഈ നിമിഷങ്ങളിൽ നീ ശിരസ് കുമ്പിട്ട് കൈകൾ കൂപ്പി ആദരവോടും നിന്റെ ഭാരങ്ങളെയും രോഗങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ഈ ആശീർവാദ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ തിരുമുറുപാട് നാണിപ്പെടുതാണെന്ന വലത് കരം നിന്റെ ശിരസെ പതിക്കുകയും കർത്താവ് നിന്റെ കുടുംബത്തിൽ വെച്ച് നീ ഇവിടെ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം വെച്ച് കർത്താവ് ആശീർവാദത്തിൻ്റെ സമയത്ത് നിന്നെ സുഖപ്പെടുത്തുകയും നിന്നെ വലിയ സാക്ഷിയായി ഉയർത്തുകയും ചെയ്യുന്നുവെന്നുള്ള വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം, പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തൻ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുമ്പോഴേ ജീവിക്കുന്ന ദൈവമേ, അടിപ്പിണർ പോലെ വൈതാഖാനം പോലെ അവർക്കത് ബലവത്താകുവാൻ ഫലവത്താകുവാൻ സഹായിക്കണമേ. ഈ ആരാധന പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മക്കളെ അവരും കർത്താവിന് വലിയ സാക്ഷികളായി മാറാൻ ആരാധനയെ സഹായിക്കണേ. അമ്മയെ പരിശുദ്ധ മാതാവേ, എല്ലാ മലാഖമാരെ വിശുദ്ധമാരെ സാക്ഷികളെ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ സ്തോത്രം. തളർവാദ രോഗിയുടെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞ കർത്താവ്, അന്ധന് കാഴ്ച കൊടുത്ത ദൈവം, ബദിരന് കേൾവി കൊടുത്ത ദൈവം നിന്നെ ആശീർവദിക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തി വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ, ശബ്ദമുയർത്തി വിളിച്ചപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ സാലോൺ ടിവിയിലൂടെ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര് കൃപാസന സാധന അഭിഷേകത്തില് ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ, മക്കളെ സമർപ്പിക്കട്ടെ, ജീവിത പങ്കാളി സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ, ക്യാൻസർ രോഗികള് തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, തൈറോയ്ഡ് രോഗികള് തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവര് തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. വ്യക്തി രോഗികൾ പ്രാർത്ഥിക്കട്ടെ, ലിവർ രോഗികൾ പ്രാർത്ഥിക്കട്ടെ, മനമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വാസനം സാധനാഭിഷേകത്തിലൂടെ ദൈവിക ഇടപെടൽ ആസ്വദിച്ച് അനുഗ്രഹം പ്രാപിച്ച സൗഖ്യം പ്രാപിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.